ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ത്രിഫ്റ്റിംഗ്, അതല്ല എന്തിനാണ് ത്രിഫ്റ്റ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നല്ല രീതിയിൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ത്രിഫ്റ്റിംഗ്. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം ഇത് എന്താണ് സംഭവം എന്ന്. പക്ഷേ എന്തിനാണ് ഇത് ത്രിഫ്റ്റ് ചെയ്യുന്നതെന്ന് കുറേ പേരോട് ചോദിച്ച ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ത്രിഫ്റ്റിംഗ് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചുരുക്കി ഒന്ന് പറയാം. നമ്മൾ പഴയ സാധനങ്ങൾ വാങ്ങുന്നതിനാണ് ത്രിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ വസ്ത്രങ്ങൾ, ഫർണിച്ചർ, പിന്നെ ആക്സസറീസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. നമുക്കിത് ഫിസിക്കൽ സ്റ്റോറിൽ ഡയറക്റ്റ് പോയിട്ട് വാങ്ങാം. വിൻറ്റേജ് സ്റ്റോർ, ത്രിഫ്റ്റ് സ്റ്റോർ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങാം. അല്ലെങ്കിൽ ഓൺലൈൻ റീസെയിൽ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങാം. പിന്നെ ഫ്ലീ മാർക്കറ്റ്, ഗ്യാരേജ് സെയിൽ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ സാധനങ്ങൾ വാങ്ങാനായിട്ട് പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പഴയ സാധനം ആരെങ്കിലും ഇട്ടത് വിലകൊടുത്തൊക്കെ കിടന്നത് ചെളിയൊക്കെ പിടിച്ച സാധനങ്ങളാണ്. നമ്മൾ എന്തിനിത് വാങ്ങണം? ആരെങ്കിലും വാങ്ങും ഇത്. അപ്പോൾ വാങ്ങുന്നതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് ഇത് ചെയ്തുകൊണ്ടൊരു കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാൻ ശ്രമിക്കാം. നമുക്ക് ഫാഷനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്നൊരു സ്ലോ ഫാഷൻ ഇറ, ഒന്നൊരു ഫാസ്റ്റ് ഫാഷൻ ഇറ. ഈ ഫാസ്റ്റ് ഫാഷൻ ഇറ എന്ന് പറയുന്നത് നമുക്കൊരു Y2K, എന്താ പറയുക, ഒരു early 2000 കഴിഞ്ഞ് വരുന്നത് ആയിക്കോട്ടെ. അപ്പം അതിന് മുമ്പുള്ളത് നമുക്കൊരു സ്ലോ ഫാഷൻ ഇറ എന്ന് പറയാം. ഇത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങളാണ് നമ്മളെ ത്രിഫ്റ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകം. അപ്പോൾ എന്തൊക്കെയാണ് ഈ വ്യത്യാസങ്ങൾ? മൊത്തം 6 വ്യത്യാസങ്ങളാണുള്ളത്. ഈ 6 വ്യത്യാസങ്ങളിൽ ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഒരുപാട് പേര് ഗസ് ചെയ്തിട്ടുണ്ടാവും, ക്വാളിറ്റി. യെസ്, ചെറിയ എക്സാമ്പിൾ പറയാം. ഞങ്ങളുടെ അങ്കമാലിൽ പഴയ കാലത്തെ ബിരിയാണി ഇപ്പം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയും കിട്ടില്ല. അതിൻ്റെ കാരണം നമ്മൾ നോക്കി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻഗ്രീഡിയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് വെക്കുന്ന ചേട്ടനായിരിക്കാം, അല്ലെങ്കിൽ അത് വെക്കുന്ന എന്താ പറയുക പാത്രങ്ങളായിരിക്കാം, വെക്കുന്ന രീതിയായിരിക്കാം. ഇതുപോലൊക്കെ തന്നെയാണ് ഒരു ഷർട്ട് ചെയ്യുമ്പോഴും. ഫാസ്റ്റ് ഫാഷൻ ഹീറോയിലോട്ട് വരുന്ന സമയത്ത് അവരുടെ ഒരു ടാഗ് ലൈൻ ഉണ്ട്, അതായത് മോർ ക്വാണ്ടിറ്റി ലെസ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയായിരിക്കും വരുന്ന പ്രൊഡക്റ്റ്. പക്ഷേ സ്ലോ ഫാഷൻ ഹീറോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഞാൻ ഫാസ്റ്റ് ഫാഷൻ എന്താണെന്നുള്ളതല്ല ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക. അതിനുവേണ്ടി നമുക്കൊരു വേറൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഒരു ഷർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫാബ്രിക് നല്ലതായിരിക്കണം. പിന്നെ സ്റ്റിച്ചിങ് ടൈപ്പ്, അതായത് ഒരു കൺസ്ട്രക്ഷൻ നല്ല രീതിയിൽ ചെയ്യണം. ചെയ്യുന്ന ആൾ, അതായത് എന്താ പറയുക, തൊഴിലാളികൾ നല്ലതായിരിക്കണം. അതുപോലെ തന്നെ ചെയ്യുന്ന മെഷീൻ നല്ല മാനുഫാക്ചറിങ് ക്വാളിറ്റിയുള്ള രീതിയിലുള്ളൊരു മെഷീനും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും, അതായത് ഇപ്പോൾ ഒരു ഷർട്ടിൽ വെക്കുന്ന ഒരു ബട്ടൺ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ജീൻസിൽ വെക്കുന്ന ഒരു സിപ്പർ. ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സിപ്പറൊക്കെയാണ് വരുന്നത്. പഴയ കാലത്തെ ക്വാളിറ്റി ഇപ്പോഴത്തെ കാലത്ത് കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ്. അതിൻ്റെ മെയിൻ കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ സ്റ്റിച്ചിങ് ടൈപ്പ് തന്നെ നമ്മൾ നോക്കുമ്പോൾ സിംഗിൾ സ്റ്റിച്ച്, ഡബിൾ സ്റ്റിച്ച് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു വെക്കുന്നത് ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മളെ ത്രിഫ്റ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യമാണ് ബഡ്ജറ്റ്. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം കുറേ പേര് ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പോഴത്തെ കാലത്തും നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകൾ ചെയ്യുന്ന ബ്രാൻഡുകൾ ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ ഞാൻ വാങ്ങിയാൽ പോലെ വിചാരിക്കുന്നുണ്ടാവും. ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പഴയ കാലത്തെ പോലെ തന്നെ ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്ന നല്ല ബ്രാൻഡുകളുണ്ട്. പക്ഷെ അതിന്റെ ബഡ്ജറ്റ് വളരെ കൂടുതലാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ബഡ്ജറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്തെ ക്വാളിറ്റി, അല്ലെങ്കിൽ അതിന് കൂടുതൽ നല്ല ക്വാളിറ്റിയോടുകൂടി നമുക്ക് പഴയ സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ ബഡ്ജറ്റ് അവിടെ നമുക്ക് ഓക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ത്രിഫ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പൊ രണ്ടാമത്തെ കാര്യം കണക്ട് ആയില്ലേ, ബഡ്ജറ്റ്. ഇനി മൂന്നാമത്തെ വ്യത്യാസം എന്താണ്? മൂന്നാമത്തെ വ്യത്യാസം നോക്കാം. മൂന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ബഡ്ജറ്റ് ഉണ്ട്, ഞങ്ങൾ പുതിയത് വാങ്ങിക്കോളാം എന്ന് പറയുന്നവരുണ്ടോ. പക്ഷെ ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് വരുമ്പോൾ ഇപ്പൊ ചില സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലുക്ക് ആയിരിക്കും. അപ്പൊ അതിന്റെ രൂപത്തിലൊക്കെ ഒരു മാറ്റം വരാം. ഇപ്പൊ ഒരു ടീഷർട്ട് എടുക്കുകയാണെങ്കിൽ ഒരുപാട് കാലം യൂസ് ചെയ്തും അത് വാഷ് ചെയ്ത് അല്ലെങ്കിൽ സൺഫെയ്ഡൊക്കെ കൊണ്ട് ഒരു ഫെയ്ഡ് ആയിട്ടുള്ള ഒരു ലുക്ക് ആയിരിക്കാം. ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അത് ഇൻസ്പയർഡ് ആയിട്ട് ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് എന്താ പറയുക, ആസിഡ് വാഷ് അതുപോലെയുള്ള ഫെയ്ഡ് ടീഷർട്ട്സുകൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യുന്ന ബ്രാൻഡുകളും ഉണ്ട്. അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം നമ്മുടെ സെലിബ്രിറ്റീസുകൾ പോലും അതുപോലുള്ള ടീഷർട്ട്സുകൾ ഇടുന്നുണ്ട്. ഇതൊക്കെ വിന്റേജ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പഴയ സാധനങ്ങൾ, യൂസ്ഡ് പ്രൊഡക്ട്സുകൾ, പഴയ സാധനങ്ങളല്ല, യൂസ്ഡ് പ്രൊഡക്ട്സുകൾ ഇൻസ്പയർഡ് ആയിട്ട് വരുന്നതാണ്. ഇപ്പൊ നമ്മളെടുത്ത റിപ്പഡ് ജീൻസ്, അതൊക്കെ ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റിപ്പഡ് ജീൻസ് ഇപ്പൊ എല്ലാവരും ഇടുന്നുണ്ട്, അത് സ്റ്റാൻഡേർഡായി. പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഒരുപാട് പേര് ത്രിഫ്റ്റ് ചെയ്യാനായിട്ട് പോകാറുണ്ട്. ഇനി നാലാമത്തെ കാര്യം നോക്കാം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിംഗ്. കുറെ പേർക്ക് അറിയായിരിക്കും. സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രോഡക്ട്സിനും അതിന്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ടാവും. അതായത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള സ്റ്റോറി അല്ല, ഇതെന്റെ ഗ്രാൻഡ് പ യൂസ് ചെയ്ത ടീഷർട്ട് അങ്ങനെയൊന്നും അല്ല.
ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു ടീമോ എന്തെങ്കിലും ഒരു സ്പോർട്സ് ടീം ആയിക്കോട്ടെ. അപ്പോൾ ഇവര് കപ്പെടുത്ത വർഷം, ആ വർഷം അവരിട്ടിരുന്ന ഹോം ജേഴ്സി അല്ലെങ്കിൽ അവരുടെ ജേഴ്സി ഏതാണോ അത് നമുക്ക് ഒറിജിനൽ വാങ്ങാൻ പറ്റുവാണെങ്കിൽ ത്രിഫ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അതിന്റെ പേരിൽ ഒരു സ്റ്റോറി ഉണ്ടാവാം. അങ്ങനെയുള്ള ഐറ്റംസുകൾ ഇപ്പം ലീവൈസിന്റെ വേൾഡ് വാർ ടൈമിൽ ഇറക്കിയ ലീവൈസിന്റെ ജീൻസ്, അതിൽ അതിൻ്റെതായ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഉണ്ട്. അത് ആ വർഷം മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ, ആ വാർ ടൈമിൽ മാത്രമേ ഉള്ളൂ. അത് വാങ്ങാൻ വേണ്ടി ആളുകൾ പോകുന്നുണ്ടാവും, അങ്ങനെ അതിന്റെ ബാക്കിലത്തെ സ്റ്റോറി കാരണം. അപ്പൊ അങ്ങനെ ഒരുപാട് സ്റ്റോറികൾ വരുന്നതുകൊണ്ട് തന്നെ അതിന് സ്പെഷ്യാലിറ്റി കൂടും. അപ്പൊ അത് വാങ്ങാൻ വേണ്ടി ആളുകൾ ത്രിഫ്റ്റ് ചെയ്യുന്നതായിട്ട് പോകും. 4 കാര്യം ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൈപ്പാണ്. അപ്പൊ ഒരു സാധനം റെയർ ആവുമ്പോഴാണ് അത് ഹൈപ്പ് ആവുന്നല്ലോ. അതിന്റെ കൂടെ തന്നെ താങ്ങായിട്ട് അത് സെലിബ്രിറ്റീസുകൾ യൂസ് ചെയ്യാൻ തുടങ്ങും. സെലിബ്രിറ്റീസുകൾ യൂസ് ചെയ്യുന്നത് റെയർ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അതോടുകൂടി ഈ സാധനത്തിന് നല്ല ഹൈപ്പ് ആവും. ഞാൻ 2018 തുടങ്ങിയിട്ടാണ് ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസുകൾ പഴയ ടീഷർട്ട്സുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് കാണുന്നത്. ആ ഒരു ഹൈപ്പ് കൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസുകൾ വളരെയധികം പേര് കേൾക്കാൻ തുടങ്ങി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വർക്ക് വെയർ ഐറ്റംസുകൾ, ഇപ്പം കാർഹാർട്ട് ഡിക്കീസ് ബ്രാൻഡുകൾ, അതുപോലെ തന്നെ ഐക്കോണിക് ആയിട്ട് കുറച്ച് ഐറ്റംസുകൾ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ ഡിട്രോയിഡ് ജാക്കറ്റ്, ഡബിൾ നീ പാൻറ്റ്, പിന്നെ എന്താ മോട്ടോർ സൈക്കിൾ ജാക്കറ്റ്, പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരുപാട് ബാൻഡ് ടീഷർട്ട്സ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്റേജ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ത്രിഫ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട സാധനങ്ങളാണ് ഇതൊക്കെ ഇങ്ങനെ ആവാൻ കാരണം തന്നെ ഈ ഹൈപ്പ് കൊണ്ടാണ്. അപ്പൊ ഹൈപ്പ് എന്ന് പറയുന്നത് വർത്താണ്. അപ്പൊ ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും അവസാനത്തെ കാര്യം. ഇതെന്ന് പറയുന്നത് റീസെയിൽ വാല്യൂ. ഇപ്പൊ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ആ പ്രോഡക്റ്റ് 10 വർഷം കഴിഞ്ഞാലും ഒരാൾ വാങ്ങും, അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞാലും വേറൊരാൾ വാങ്ങും എന്നുള്ളതിന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു റീസെയിൽ വാല്യൂ ഉണ്ടാവും. അപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുകയാണ്, 10 വർഷം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുമ്പോൾ അതിന് ഇപ്പൊ വാങ്ങിയതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് വർത്തായിട്ടുള്ള ഒരു ഐറ്റം അല്ലേ. വർത്താവണമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഓക്കെ ആണ്. അപ്പൊ ഈ പറഞ്ഞ 6 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ ത്രിഫ്റ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ. ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ത്രിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടാഗ് ലൈൻ ഇട്ടിട്ട് എന്തും വിൽക്കാന്നുള്ളൊരു മൈൻഡായി. അതായത് സ്റ്റുഡിയോ പോയി ഡ്രസ്സ് വാങ്ങിയിട്ട് നാളെ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിലും അതിന് ത്രിഫ്റ്റിംഗ് എന്ന് പറയാം എന്ന് വെച്ചിട്ട് അതും ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ആയിട്ട് ഒരു ബന്ധമില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ അൾട്രാ ഫാസ്റ്റ് ഫാഷന്റെ ഇടയിൽ വരുന്ന സാധനമാണ്. 95% ആളുകളും അറിയാണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ വാങ്ങുന്നവരായാലും വിൽക്കുന്നവരായാലും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കെങ്കിലാണ് ഇതിനൊരു എന്താ പറയാ ഒരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ, ഈ ഒരു കമ്മ്യൂണിറ്റി ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ നാളെ നിങ്ങളൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉള്ളതാണോ എന്ന് നോക്കാം. ഞാൻ നിങ്ങളോട് അത് തന്നെ വാങ്ങണമെന്ന് പറയില്ല, ഇതാണ് ശരിക്കും, അല്ലാതെ ആരെങ്കിലും പഴയത് വാങ്ങണം. അത് മാത്രമല്ലോ, നിങ്ങളിപ്പോ പഴയൊരു സാധനം വാങ്ങി യൂസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ ചോദിക്കില്ലേ ഇതെന്തിനാ ഈ പഴയത് വാങ്ങുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് പറയാനൊരു കാരണം വേണ്ടേ? അതും കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അത് ശരിക്കും ഈ കമ്മ്യൂണിറ്റിക്ക് ഒരു ബലം തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ ത്രിഫ്റ്റ് ചെയ്യുന്നവരുണ്ടാവും, അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയോടെ വീണ്ടും കാണാം. ബൈ ഫോർ നൗ, പീസ് ഔട്ട്.